ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ജോലി കഴിഞ്ഞ ദിവസമാട്ടോ. ഇന്ന് കുറച്ച് കടകളിലേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. ഞാൻ എന്നും രാവിലെ 8:30 പോകും. ഇറങ്ങിറങ്ങി കുറച്ച് താമസിച്ച് പോയതായിരുന്നു. നമുക്ക് ഗോഡൌണിൽ ചെന്ന് കഴിയുമ്പോൾ ആ കടകളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. വേറൊരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിയത് അറിയായിരുന്നു അന്ന്. അല്ലെങ്കിൽ ഇന്ന് കുറച്ച് കടകളല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഇങ്ങനെ തളം ചവിട്ടി. അങ്ങനെ അവസാനം എല്ലാം കൊള്ളാം. ഇന്ന് രാവിലെ സേതുകുഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ സേതുകുഞ്ഞിനെയും തിരിച്ചുകൊണ്ടേ തറവാട്ടിലോട്ടിട്ട് നേരെ ഗോഡൌണിലേക്ക് പോയി. ഇതാണ് നമ്മുടെ ഗോഡൌൺ. നമുക്കിന്ന് കൊണ്ടുള്ള ഐറ്റങ്ങളാണ് ഈ താഴത്തെടുത്തിട്ടേക്കുന്നത്. നമ്മൾ ഇതിന് വണ്ടിയിലേക്ക് ലോഡ് ചെയ്തുകൊണ്ട് പോകും. ഇതാണ് ഞാൻ ഓടിക്കുന്ന വണ്ടി. കട കുറവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ലോഡ് ചെയ്തുകൊണ്ട് പോകണം. ഇവിടെ വേറൊരു വണ്ടി കൂടി ഉണ്ട്. നമ്മൾ ഇവിടുന്ന് പോയിട്ട് വേണം ആ വണ്ടിയിലേക്കുള്ള സാധനങ്ങൾ ലോഡ് ചെയ്യാൻ. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ 12 മണിയാകുമ്പോൾ വീട്ടിലെത്തി. പക്ഷേ 2 ദിവസമായിട്ട് പറയുന്നുണ്ട് അരി പിടിപ്പിച്ച് വറുത്തോണ്ട് വരാം. ഇന്നിപ്പോൾ എന്തായാലും നേരത്തെ എത്തിയതല്ലേ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നും. പിന്നെ ആ പരിപാടി അങ്ങ് തീർത്തു വയ്ക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പുറത്തേക്ക് പോകണപ്പോൾ ബേബിക്കും കൂടെ പറഞ്ഞു. ഈ അരിയും വെച്ചോണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാവും. അവസാനം അവള് കരഞ്ഞ് കാര്യം നേരം എന്റെ സന്തോഷപ്രകടനായിട്ട് കാണാൻ കൊണ്ടുപോകുന്നതിന്റെ പാട് നമുക്കെല്ലാം അറിയാം. അരി ഫ്രണ്ടിൽ വെച്ചിട്ട് അതിന്റെ മേളിൽ എടുത്തിയാൽ കൊണ്ടുപോയി. വേറെ വഴിയില്ലല്ലോ. പിന്നെ ബേബി ആയിട്ട് പുറത്തുപോയി വെറുങ്കയോടെ തിരിച്ചു വരാൻ പറ്റില്ല എന്നറിയാം. തിരിച്ചു പറഞ്ഞ വഴിക്ക് കടയിൽ കയറി ഗുൽഫി മേടിപ്പിച്ചു. ഇനി നമുക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനം മേടിക്കാം. അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കൂടെ പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ ഗുൽഫി ഒക്കെ എടുത്ത് ആളുടെ ശ്രദ്ധ മാറ്റി കാണാണ്ട് പതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇത്താത്താറ് ഒരു ആവശ്യത്തിന് വേണ്ടി അക്ഷയ വരെ പോകും. ബേബിനെ കൂടെ കൊണ്ടുപോയ ഒരു പരിപാടി നടക്കും. വീട്ടിലെ ഗ്യാസ് കുറ്റി പുറത്ത് വെച്ചാണ്. അപ്പോൾ പിള്ളേർ അവിടെ പോയി കളിക്കാതിരിക്കാൻ വേണ്ടി ചെറിയൊരു പൂട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഗ്യാസ് വന്നപ്പോൾ എന്ത് ചെയ്താൽ തുറക്കാൻ പറ്റുള്ളൂ. അവസാനം ലോക്ക് തല്ലി പിടിച്ചിട്ടാണ് ഗ്യാസ് കുറ്റി പുറത്തെടുത്തത്. അപ്പോൾ അവിടെ ഒരു പൂട്ട് മേടിച്ചു പറഞ്ഞായിരുന്നു. പണി കഴിഞ്ഞ് നേരത്തെ ഒന്നുകൊണ്ട് വിശക്കുണ്ടായിരുന്നു. ഇപ്പോഴാട്ടോ വിശന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ ഉച്ചയ്ക്കത്തെ ചോറ് കഴിക്കുന്നത്. അങ്ങനെ രാത്രിയായി. ഇനി നമ്മൾ IPL കാണാനുള്ള ടൈം. നേരെ അടുക്കളയിൽ പോയി ചായക്ക് ഉണ്ടാക്കി പോയിരുന്ന കളി കാണട്ടെ.